കോടതി ചെയ്യുന്ന കാര്യത്തിൽ ഒരു ഗവൺമെന്റിന് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത്? ഈ രാജ്യത്ത് എത്രയോ കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അക്കാര്യത്തിലൊക്കെ ഗവൺമെന്റ് നിലപാട് നോക്കിയിട്ടാണോ കോടതി ചെയ്യുന്നത്? കോടതിക്ക് കോടതിയുടെ അഭിപ്രായമുണ്ട്, കോടതിയുടെ ന്യായമായ ഭാഗങ്ങളുണ്ട്. അതൊക്കെ കോടതിയിൽ വാദങ്ങൾ കേട്ടതിന് ശേഷമാണ് നിശ്ചയമാണ്, തീരുമാനമാണ്. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. കോൺഗ്രസ് ഉന്നയിക്കുന്നത് കോൺഗ്രസ് വീണിടത്ത് കിടന്ന് ഉരുളുകയാണ്. അവർക്കൊരു കിട്ടുന്ന ഒരു അവസരം. ഇപ്പൊ രാഹുൽ ഗാന്ധിയെ ശിക്ഷിച്ചു. രാഹുൽ ഗാന്ധിയെ ശിക്ഷിച്ചത് രാഷ്ട്രീയമാണ് എന്ന് വരുത്തുക എന്നുള്ളത് കോൺഗ്രസിന്റെ രാഷ്ട്രീയമാണ്. അത് കോൺഗ്രസ് എടുക്കുന്ന രാഷ്ട്രീയമാണ്. കെ സി വേണുഗോപാൽ അടക്കം കോൺഗ്രസിന്റെ നേതാക്കന്മാർ എടുക്കുന്ന രാഷ്ട്രീയമല്ലേ? അത് കോടതി ശിക്ഷിച്ചതിന് നരേന്ദ്രമോദി സർക്കാരുമായിട്ട് എന്താണ് ബന്ധം? കേന്ദ്ര ഗവൺമെന്റുമായിട്ട് എന്ത് ബന്ധം? അതിനെന്തിനാണ് കണക്ട് ചെയ്യുന്നത്? അതൊക്കെ കോൺഗ്രസിന്റെ രാഷ്ട്രീയമായ നിലപാടുകളാണ്. ആ രാഷ്ട്രീയ നിലപാടുകൾ കൊണ്ട് കോൺഗ്രസ് ഒരിടത്തും എത്താൻ പോകുന്നില്ല. ജോഡോ യാത്ര നടത്തിയല്ലോ കോൺഗ്രസ്. എന്തായിരുന്നു സംഭവിച്ചത്? വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ജോഡോ യാത്ര നടത്തിയതിൽ എന്ത് റിസൾട്ടാണ് ഉണ്ടായത്? എവിടെയാണ് റിസൾട്ട് ഉണ്ടായത്? അപ്പൊ സ്വാഭാവികമായി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ രാഷ്ട്രീയ നിലപാടുകൾ ഇതുപോലെ നിലവാരം കുറഞ്ഞതാണ്. ആ നിലവാരം കുറഞ്ഞ രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ടാണ് കോൺഗ്രസ് ഇപ്പോഴും കൈകാര്യം ചെയ്തത്. രാഹുൽ ഗാന്ധിയുടെ വിഷയത്തിലൊന്നും ഇന്ത്യൻ രാഷ്ട്രീയത്തിലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെ വ്യക്തതയോടുകൂടി ജനങ്ങൾക്ക് കാഴ്ചപ്പാടുണ്ട്. ജനങ്ങൾ അത് നോക്കിക്കാണുകയാണ്, ജനങ്ങൾ അത് മനസ്സിലാക്കുകയാണ്, ജനങ്ങൾക്ക് വ്യക്തമായ ധാരണയുണ്ട്. ഈ തീരുമാനം, ഇത്തരത്തിലുള്ള കോടതി തീരുമാനങ്ങളിൽ നരേന്ദ്രമോദി സർക്കാരിന് യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളത് ഈ രാജ്യത്തെ എല്ലാ ജനാധിപത്യ വിശ്വാസികൾക്കും വ്യക്തമായി തിരിച്ചറിയാൻ കഴിയും.